സാൻഡ്വിച്ച് കഴിക്കണമെന്ന് പിള്ളേർ ആഗ്രഹം പറഞ്ഞപ്പം എന്തായാലും ഒന്ന് പറ്റിച്ചേളാന്ന് കരുതി ഉള്ളി എടുത്തു, തക്കാളി എടുത്തു, പച്ചമുളക് എടുത്തു, നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകൾ കട്ടി കുറച്ചിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളത്. പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ തിളച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ഈ വക സാധനങ്ങളിട്ട് നന്നായിട്ട് ചൂടാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഉണ്ടാകുന്ന ഉള്ളി ഈ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപ്പ് ചേർക്കാറുണ്ട്. ഞാൻ കുറച്ച് വാടിയതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കാണാം നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയാണ് ഇതിനകത്താക്കി ചേർക്കുന്നത്. നമ്മൾ മുട്ട കുത്തിപ്പൊരി, മുട്ടത്തോരൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കാണും. അതിനുള്ളിലേക്ക് മുട്ട ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക, നന്നായിട്ട് തോരൻ പോലെ ആക്കിയെടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഫോർക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം എന്ന് വെച്ചാൽ നല്ല ചെറിയ ചെറിയ തരിയായിട്ട് ഫോർക്ക് വെച്ച് ഇളക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഫോർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. മറ്റേ വുഡൻ സ്പാച്ചിലൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോർക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല അധികം. ഇങ്ങനെ നമുക്ക് കണ്ടോ ഇപ്പോൾ തന്നെ നല്ല തരിതരിപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയെടുത്തതിന് വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മയണൈസ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം സാധാരണ ഉണ്ടാക്കിയതിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടി എന്നുള്ളൊരു ആത്മസംതൃപ്തി എനിക്കിതിൽ നിന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. തിക്നെസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് എടുത്തു. ബ്രെഡ് കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്യാനും ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല, സമയം വളരെ വൈകിട്ടുണ്ടായിരുന്നു, ഞാനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് 2 പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നന്നായിട്ട് മയോണൈസ് ചേർത്ത് തേച്ചതിന് ശേഷം നമ്മുടെ മുട്ട കുത്തിപ്പരി നമ്മുടെ മുട്ടത്തോരനെടുത്ത് അതിനുള്ളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി മയോണൈസ് വെക്കുന്നുണ്ട്. മയോണൈസ് വെച്ച് കൂടുതൽ മയോണൈസ് ഒരുപാട് അങ്ങോട്ട് വാരി തേക്കുന്നില്ല കേട്ടോ. വെച്ചതിന് ശേഷം വീണ്ടും ഒരു ബ്രെഡ് എടുത്തു, കമഴ്ത്തി അടച്ചു വെച്ചു. 4 പീസ് അത്യാവശ്യം വേഗം തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നേരെ ഞാനിപ്പോൾ കുട്ടികളുടെ നേർക്ക് കൊണ്ടുപോകാൻ പോവാണ്. എല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് എന്നെ നോക്കി കുറ്റം പറഞ്ഞ് നടക്കേണ്ടത് എന്നെങ്ങാനും റെഡിയാവുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നക്കിയൊക്കെ നോക്കുന്നുണ്ട്. കണ്ടോ, മയോണൈസ് വിരലിൽ പറ്റി, അതാണ് ആദ്യം നക്കി നോക്കിയത്. അപ്പോൾ സംഭവം നന്നായിട്ട് എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.